നമസ്കാരം. ഇന്നത്തെ മുത്തും പവിഴത്തിലും ഒയിനുസ്താറിൻ്റെ ശ്രദ്ധേയമായ ഗാനങ്ങളുമായി വീണ്ടും എത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ പാടുക അല്ലെങ്കിൽ പാടി അല്ലെങ്കിൽ പാട്ട് എന്നുള്ള വാക്ക് അദ്ദേഹം ഏതെല്ലാം ഗാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണകമായ വിഷയം. നമ്മൾ ഇന്ന് രണ്ട് ചിത്രങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒന്ന് സത്യനന്ദിക്കാട് സാറിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവ്. ഈ ചിത്രത്തിലെ ഒരു ഗാനം, ജോൺസൺ മാസ്റ്ററാണ് ഇതിൻ്റെ സംഗീതം. ചിത്രചേച്ചി പാടിയ അതിമനോഹരമായ ഒരു ഗാനമുണ്ട്. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. പല്ലവി തന്നെ അദ്ദേഹം ഓർത്തു പാടും പോലെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക്. അദ്ദേഹത്തിൻ്റെ ഗായകനാകാനുള്ള അദമ്യമായ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ കവിതകളിലുമുണ്ട്, ലളിതഗാനങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ സിനിമാ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലും അദ്ദേഹം ഈ പാട്ടിലും ഓർത്തു പാടും പോലെ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ഇന്ന് പറയാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രത്തിലെ ഗാനം തുമ്പോളി കടപ്പുറം. ശ്രീ ജയരാജ് സാറാണ് ഇതിൻ്റെ സംവിധായകൻ, സലിൽ ചൗധരി സാറാണ് സംഗീതം. അദ്ദേഹം മലയാളത്തിൽ അവസാനമായി ചെയ്ത ഗാനമാണ് തുമ്പോളി കടപ്പുറത്തിൽ. ഇത് എല്ലാവരും എന്താ പറയുക, എല്ലാ പ്രായക്കാരും ഒരുപോലെ ഏറ്റുപാടുന്ന ഒരു ഗാനമാണ്. അതിമനോഹരമായ ഗാനം. യേശോ സാറാണ് ആലപിച്ചിരിക്കുന്നത്. ഒയിനുസ്താർ, സലിൽ ചൗധരി എന്ന് പറയുന്ന ആ ടീമിൻ്റെ അവസാന ഗാനം എന്നുകൂടെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. നോക്കൂ, പല്ലവി തന്നെ കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ, ആരോ മധുരമായി പാടും മണിശംഖ്. കണ്ട, പാടും ആദ്യം കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടലിനോടും കാറ്റിനോടും പറയുകയാണ്. പിന്നെ ആ കടൽക്കാറ്റിൻ്റെ മുത്തങ്ങളിൽ കരൾ കുളിർത്തിട്ട് ആരോ മധുരമായി ആരോ പാടി പെയ്യുന്നു, ആരോ മധുരമായി ഇതൊക്കെ അദ്ദേഹം, ഈ പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം വേറെ പാട്ടുകൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്ത ആരാരോ മധുരമായി പാടും മണി ശംഖുകളായി എന്നുള്ളതാണ്. കരൾ കുളിർത്താരോ മധുരമായി പാടും മണി ശംഖുകളായി. ഇതിൻ്റെ ചരണം എന്താ പറയുക, ഒരു കാവ്യാത്മകമാണ്. നമുക്കൊരു ഫ്രെയിം കാണുന്ന പോലെ വരച്ചു വെച്ചൊരു ചിത്രം, ഒരു വാങ്മയ ചിത്രം പോലെ കാണാം. തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിൻ്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ, ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പാട്ടായിതാ, ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ, കടൽ തിരയാടുന്നി തീമണലിൽ, കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലേ. ഒരു നാടൻ പ്രേമത്തിൻ്റെ നിലയ്ക്കാത്ത പാട്ടായിതാ. നോക്കൂ, തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന ഒരു മലരിൻ്റെ നാണം പോലെ. തഴുകുന്ന സമയത്ത് ഇങ്ങനെ തഴുകുന്ന ആ തഴുകൽ കൊണ്ട് മലരുകൾ ഇങ്ങനെ കൂമ്പിപ്പോകുന്ന ഒരു പുഷ്പത്തിൻ്റെ അതിൻ്റെ നാണം പോലെ, തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന ആ മലരിൻ്റെ നാണം പോലെ നീ എൻ്റെ അടുത്ത് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു നാടൻ പാട്ടായിതാ, അതാ വീണ്ടും പ്രയോഗം വന്നിരിക്കുന്നു. ഒരു നാടൻ പ്രേമത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത നിലയ്ക്കാത്ത പാട്ടായിതാ, ഈ കടൽ തിര ആടുന്നു ഈ തീമണലിൽ, ഈ ഉച്ചവെയിലിൽ പാടുന്നു എന്നാണ്. നോക്കൂ, ഈ പാട്ടിൽ എത്ര സ്ഥലത്താണ് അദ്ദേഹം പാടുക, പാടി, പാട്ട് എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും എന്താ പറയുക, ഒരു സാഗര ഗർജനം പോലെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ചിത്രങ്ങളാണ്
നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഒന്ന് പൊന്മുട്ടയിടുന്ന താറാവും, മറ്റൊന്ന് തുമ്പോളി കടപ്പുറവും. രണ്ടിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കാം. ഇനി നിങ്ങൾ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇതിനൊക്കെ നിങ്ങൾ കേട്ട് ആസ്വദിച്ച പാട്ടുകളാണെന്നറിയാം. ഇനിയും കേൾക്കും 1000 തവണ. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വാക്ക് അത് എവിടെയൊക്കെ വന്നിരിക്കുന്നു പുഞ്ചിരിയോടുകൂടി ഓർക്കുക. വീണ്ടും അദ്ദേഹത്തിൻ്റെ രത്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു മുങ്ങിത്താൾ നടത്താൻ പോവുകയാണ്. അതുമായി ഞാൻ വീണ്ടും വരും.